പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ വേണ്ടി ഒരുങ്ങി. സങ്കീർത്തനം 57:2 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, എനിക്കെല്ലാം തരുന്ന ദൈവത്തെ തന്നെ. ഓരോ ആരാധനയിലും നമ്മൾ അത്യുന്നതനായ ദൈവത്തെ പുകഴ്ത്തുകയാണ്. ആ ദൈവത്തെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാരണം മനുഷ്യ മക്കളുടെ നിലവിളിയുടെ മുമ്പിൽ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം. വലതൊരുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവമാണ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നത്. നമ്മളതുകൊണ്ട് ഈ സമയങ്ങളിൽ വലിയ ഉണർവോടെ, വലിയ തീക്ഷ്ണതയോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. ഈ സെക്ഷനിൽ നമ്മളെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ സഖറിയാസ് അഗസ്റ്റിനാണ്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ നിരവധിയായ നന്മകളും കൃപകളും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ശുശ്രൂഷ ഇവിടെ കൂടുമ്പോൾ ടി വിയിലൂടെ ഈ ശുശ്രൂഷയെ കണ്ടുകൊണ്ട് ആയിരങ്ങൾ ഈ ലോകത്തിൻ്റെ പല ദേശങ്ങളിൽ, പല ഭൂഖണ്ഡങ്ങളിൽ, പല രാജ്യങ്ങളിലായി ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അനേകരുടെ പ്രാർത്ഥന ഒരേ സമയം ഉയരുന്ന ഒരു പ്രത്യേകമായ അനുഗ്രഹത്തിൻ്റെ നിമിഷമാണിത്. അതുകൊണ്ട് തന്നെ ദൈവം ഈ സമയം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ, നമ്മുടെ നിലവിളി കേൾക്കാൻ സ്വർഗം ചായിച്ച് കാത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം, ദൈവം ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും തകർച്ചകളും കണ്ണുനീരും ഒക്കെയുണ്ട്. ഒരുപക്ഷെ ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമ്മളിൽ പലരും ഈ രോഗങ്ങളുടെ മേൽ ആശ്വാസം കിട്ടാൻ, വിടുതൽ കിട്ടുവാൻ, പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുവാൻ, നമ്മുടെ കണ്ണുനീരുകളൊന്ന് തുടയ്ക്കപ്പെടുവാൻ ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഈ രാത്രിയിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിപ്രകാരമാണ് പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 25-ാം തിരുവചനം. അവിടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ ഓരോരുത്തരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക: ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് തുടർന്നുള്ള വരികൾ നമ്മൾ വായിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. മാത്രമല്ല, അവിടുന്ന് ഇപ്രകാരം പറയുകയാണ്: ഗർഭചിത്രമോ വന്ധ്യതയോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയില്ല. ഞാൻ നിങ്ങൾക്ക് ദീർഘായുസ്സ് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി ദൈവം പറയുന്നത് എന്താണ്? അവിടുത്തെ ആരാധിക്കാൻ, അവിടുത്തെ ആരാധിക്കുക. അവിടുത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്വതന്ത്രമായി സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്തൊക്കെ അവസ്ഥകൾ, പ്രതികൂലങ്ങളാവട്ടെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാവട്ടെ, ആ സന്തോഷത്തിൻ്റെയും പ്രതികൂലങ്ങളുടെയും അവസ്ഥകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുക: നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ഞാൻ ആശീർവദിക്കും, നിങ്ങളുടെ രോഗങ്ങൾ ഞാൻ നിർമ്മാണം ചെയ്യും, നിങ്ങളുടെ ഇടയിലുള്ള ഗർഭഛിദ്രവും വന്ധ്യതയും ഞാൻ എടുത്തു മാറ്റും, നിങ്ങൾക്ക് ഞാൻ ദീർഘായുസ്സ് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനുള്ള രഹസ്യമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കാൻ ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന രഹസ്യം ഏതാ? ഒറ്റ കാര്യമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ: ദൈവത്തെ നമ്മൾ ആരാധിക്കണം. ദൈവത്തെ നമ്മുടെ മനസ്സ് തുറന്ന് ആരാധിക്കുമ്പോൾ ദൈവം സ്വർഗം തുറന്ന് തൻ്റെ കൃപ നമ്മുടെ മേലെ ചൊരിയും. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഒരു പക്ഷേ നീ വലിയ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ, ഒരു ക്യാൻസർ പോലുള്ള വലിയ മാരകമായ രോഗത്തിലൂടെ നീ കടന്നു പോകുന്നുണ്ടാവും. ശക്തമായ വേദന, ശക്തമായ അസ്വസ്ഥത നിന്റെ ശരീരത്തിലുണ്ടാവും. ഈ വേദനയും ഈ രോഗവും ഈ അസ്വസ്ഥതയും അതെത്ര കഠിനമായ രോഗമാവട്ടെ, അത് മാറ്റുവാൻ ദൈവം പറയുന്ന കാര്യം ഏതാ? നീ നിന്റെ ദൈവത്തെ ആരാധിക്കുക. നിന്റെ ദേശത്ത് നിന്ന് ഞാൻ നിന്റെ രോഗങ്ങളെല്ലാം
നിർമ്മാണം ചെയ്യുമെന്നാ പറയാ. നിന്റെ ജീവിതത്തിൽ നിന്ന് രോഗങ്ങളെല്ലാം ഞാൻ നിർമ്മാണം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, കുറേ നാളുകൾക്ക് മുമ്പ് വന്ന ഒരു കത്ത്. നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സമയത്ത് ഒരു കുഞ്ഞിൻ്റെ ത്വക്ക് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാപിതാക്കളുടെ അനുഭവം. ഈ കുഞ്ഞിനെ ഈ ശാലോം ടിവിയിലെ ജാഗരണ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് TV സ്ക്രീനിന് മുമ്പിൽ വെച്ച് അവർ പ്രാർത്ഥിക്കുകയാണ്. ആരാധനയും സ്തുതിയും നടക്കുന്ന സമയത്ത് ആ TV സ്ക്രീനിൽ ഈ കുഞ്ഞിന്റെ ശരീരം ചേർത്ത് പിടിച്ച് അവർ പ്രാർത്ഥിച്ച സമയത്ത്, ആരാധനയുടെ സമയത്ത് ദൈവശക്തി ആ കുഞ്ഞിലേക്ക് കടന്നു വന്നു. രോഗങ്ങളെല്ലാം കർത്താവ് ആ നിമിഷം തന്നെ എടുത്തു മാറ്റി. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ജീവൻ തന്നെയായി ഈ വചനം നമ്മളോട് പറയുന്ന ഇതാണ്. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കുമുള്ള ഏക പരിഹാരം നമ്മൾ യേശുവിനെ ആരാധിക്കുക എന്നാണ്. യേശുവിനെ ആരാധിക്കുക എന്ന, യേശുവിനെ എത്രമാത്രം നമ്മൾ ആരാധിക്കുന്നോ, എത്രമാത്രം നമ്മൾ സ്തുതിക്കുന്നോ, അതനുസരിച്ച് ദൈവത്തിന്റെ കൃപ നമ്മൾ സ്വന്തമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്രമാത്രം സ്തുതിക്കണം, എത്രമാത്രം നമ്മൾ സ്തുതിക്കണം. പലരും പറയാറുണ്ട്, എന്തിനാ എത്രമാത്രം സ്തുതിക്കണം? ഒച്ച സ്തുതിക്കുന്ന കാര്യമുണ്ടോ? സങ്കീർത്തനം 119 164 തിരുവചനം അവിടെ ഇപ്രകാരം പറയുക, ദിവസം 7 തവണ ഞാൻ നിന്നെ സ്തുതിക്കും. സങ്കീർത്തനം പറയുക, നീതിയുക്തമായി നിന്റെ കൽപ്പനകളെ ഓർത്ത് ദൈവമേ ഞാൻ നിന്നെ ദിവസത്തിന്റെ 7 തവണ ഞാൻ സ്തുതിക്കും. മറ്റൊരിടത്ത് 7നെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണത്? ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, 7 തവണ എത്ര തവണ ഞാൻ ക്ഷമിക്കണം? അപ്പോൾ കർത്താവ് പറയുന്ന കാര്യം എന്താ? 7 അല്ല 70 തവണ എന്ന് പറഞ്ഞാൽ എണ്ണമില്ലാത്ത വിധം നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, അത് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതേ അർത്ഥത്തിൽ നമ്മൾ ഈ വചനം വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് പറയുക? ദിവസത്തിന്റെ മുഴുവൻ സമയവും, സകല സമയങ്ങളും, എല്ലാ നിമിഷവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവസ്തുതികൾ നമ്മൾ ഉയർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്തുതിപ്പുകളും ആരാധനകളും നിറയുന്ന ഒരു ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി എപ്പോഴും എപ്പോഴും അപരിമയമായ ദൈവത്തിന്റെ ശക്തി കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ നമ്മൾ ഒന്ന് ചേർന്ന് ആരാധിക്കണം. ഒന്ന് ചേർന്ന് നമ്മൾ ആരാധിക്കുകയാണ് കർത്താവിന് വേണ്ടി. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, വാഴ്ത്തി പാടിക്കൊണ്ട് നമ്മൾ അവിടുത്തെ ആരാധിക്കാൻ പോവുക. നമ്മളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ചേർന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്, ഒത്തിരി കണ്ണുനീരുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. തീർച്ചയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സഹനങ്ങളും വേദനകളും അസ്വസ്ഥതകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. എല്ലാം അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് ഈ രാത്രിയിൽ നമ്മളെ സംബന്ധിച്ചുള്ള വലിയ കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരുകളെല്ലാം കുപ്പിയിൽ ശേഖരിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് ഞാനും നിങ്ങൾ നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, കർത്താവ് പറഞ്ഞ വചനമാ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കപ്പെടും. നിന്റെ ജീവിതത്തിൽ രോഗങ്ങൾ നിർമ്മാണം ചെയ്യപ്പെടും. നിന്റെ ജീവിതത്തിൽ നിന്ന്, ദേശത്തിൽ നിന്ന് ഗർഭഛിദ്രവും വന്ധ്യതയും നീങ്ങിപ്പോകും. നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളൊന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുകയെ, എല്ലാവരും ചേർന്നൊന്ന് ഉയർത്തിക്കേ. ഈ ജീവിതത്തിൽ നമുക്കെല്ലാ കഷ്ടപ്പാടുകളുണ്ട്, ഏറെ കണ്ണുനീരുകളുണ്ട്, ഏറെ വേദനകളുണ്ട്, ഏറെ രോഗങ്ങളുണ്ട്, തകർച്ചകളുണ്ട്. ഈ അവസ്ഥകളെല്ലാം ഈശോയുടെ മുമ്പിലേക്ക് ഒന്ന് ഉയർത്തിക്കൊണ്ട്, കർത്താവേ അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ ഒന്ന് ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, അങ്ങ് വാഗ്ദാനം ചെയ്തതുപോലെ എന്റെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളിലേക്ക് നിന്റെ അരൂപിയെ അയക്കണമേ, അഭിഷേകം ചെയ്യണമേ. ചേർന്ന് ആരാധിക്കാം. സ്വതന്ത്രമായ എല്ലാവരും ശ്രദ്ധിക്കണേ, എല്ലാവരും ചേർന്ന് ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങളുടെ കണ്ണുനീരുകളെ ഓർത്ത്, ഞങ്ങളുടെ തകർച്ചകളെ ഓർത്ത്, ഞങ്ങളുടെ വേദനകളെ ഓർത്ത്, ഞങ്ങളുടെ നൊമ്പരങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ രോഗങ്ങളെ ഓർത്ത്, യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ, ചേർന്ന് യേശുവിന്റെ നാമത്തെ വിളിക്കട്ടെ.
ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി 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 ഹല്ലേലൂയ 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 കരങ്ങൾ തുറന്ന് പിടിച്ചുകൊണ്ട് ഈ ഗാനത്തിന്റെ ഈരടികളോട് ചേർന്ന് ഈശോയെ നമ്മളൊന്ന് ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയുടെ നിമിഷത്തിൽ ദൈവം തന്റെ അപരിമയമായ ശക്തി നമ്മുടെ മേൽ ചൊരിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് കരങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് ഈ പാട്ടിനോട് ചേർന്ന് ഈശോയെ നമുക്ക് ആരാധിക്കാം. വാഴ്ത്തുന്നു ഞാൻ കർത്താവിനെ. ദൈവമേ, നിങ്ങളെ ആരാധിക്കും. ഓ വാഴ്ത്തുന്നു കർത്താവെ, എല്ലാ മഹത്വവും അങ്ങേക്കായി സമർപ്പിച്ചുകൊണ്ട് യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നു. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. അത്യുന്നതനേ യേശുവേ, മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. കരമുയർത്തി പാടാം. എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ ചേർന്ന് പാടുന്ന കർത്താവേ, ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം. ചേർന്ന് പാടുകേ. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. പ്രിയപ്പെട്ടവരെ, പൗലോസും സീലാസും അവർ തടവറയിലായിരുന്നപ്പോൾ അവരുടെ തടവറയിലെ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആ വേദനയെ സ്വീകരിച്ചുകൊണ്ട് ആ പ്രതികൂലമായ അവസ്ഥയെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവത്തെ അവർ ആരാധിച്ചപ്പോൾ സ്വർഗത്തിലുള്ള ദൈവം അവരുടെ നിലവിളിയും പ്രാർത്ഥനയും സ്തുതിപ്പും സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് തന്നെ ദൂതനെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചങ്ങലകൾ പൊട്ടിച്ചെറിച്ചുകൊണ്ട് ദൈവം അവർക്ക് വിടുതൽ നൽകുകയാണ്. ഈ രാത്രിയിൽ ഈ ആരാധന നിമിഷത്തിൽ നമ്മൾ ഒന്നുചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ യേശു, നമ്മുടെ ദൈവം, നമ്മുടെ ഏകാശ്രയം, നമ്മുടെ ശൈലം, അവൻ നമുക്ക് വേണ്ടി കടന്നു വരും. നമ്മുടെ ജീവിതത്തിലെ ചങ്ങലകൾ അവൻ എടുത്തു മാറ്റും. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ അവിടുന്ന് എടുത്തു നീക്കും. നമ്മുടെ രോഗങ്ങൾ അവിടെ നിർമ്മാണം ചെയ്യുകയും അവിടെ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. ചേർന്ന് പാടി ആരാധിക്കാം വിശ്വാസപൂർവ്വം. യേശുവേ, നീയാണ് എന്റെ ദൈവമെന്ന്, യേശുവേ നീയാണ് എന്റെ ആശ്രയമെന്ന് ചേർന്ന് പാടി ആരാധിക്കാം. യേശുവേ, ഗ്ലോറി, ഓ ഗ്ലോറി. സ്തുതിക്കുന്നു ഞാൻ യേശുവേ, മഹോന്നതനേ. യേശുവേ, സ്തുത്യന്തനാഥന്റെ കരവിരുത്. അതെല്ലാം സ്തുതിക്കും. സ്തുതിക്കുന്നു ഞാൻ ഓ യേശുവേ, മഹോന്നതനേ. ഗ്ലോറി. സ്തുത്യന്തനാഥന്റെ കരവിരുത്. മഹിമയിൽ പ്രഭുതാൻ യേശുവേ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൽ പ്രഭുതാൻ
ഉയർത്തി ആരാധിക്കാം. ചേർന്ന് പാടിക്കേ. യേശുനാഥ എന്റെ കോട്ടയും നീ മാത്രമേ. ചേർന്ന് പാടിക്കേ. യേശുനാഥ ചേർന്ന് പാടിക്കേ. യേശുവിന്റെ മുഖം കണ്ടുകൊണ്ട് എന്റെ കോട്ടയും നീ മാത്രമേ. ഒരിക്കൽ കൂടി യേശു പാടാം. കരങ്ങളൊന്ന് വീശി ചേർന്ന് പാടാം. ഒന്ന് സ്വതന്ത്രമായി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി, അങ്ങയുടെ സാന്നിധ്യത്തിനായി യേശുവേ ആരാധിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു. യേശുവേ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ അപരിമയമായ സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ കൂട്ടായ്മയിൽ നിറയട്ടെ. യേശുവിന്റെ ആത്മാവ്, യേശുവിന്റെ ശക്തി നിറയുന്നു. യേശുവിന്റെ ശക്തി നിറയുന്നു. സ്തുതിപ്പിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. സ്തുതിയുടെ ആത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാഷാവരമുള്ളവര് ഭാഷാവരത്തെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഓ യേശുവേ, യേശുവേ ചേർന്ന് ആരാധിക്കുന്നു. യേശുനാഥ ചേർന്ന് പാടി ആരാധിക്കാം. താളത്തിൽ കരങ്ങളടിച്ചുകൊണ്ട്, താളത്തിൽ കരങ്ങളടിച്ച് എന്റെ കോട്ടയും നീ എല്ലാവരും ചേർന്ന് കരമടിച്ച് സന്തോഷത്തോടെ ഓ യേശുവേ, എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ ചേർന്ന് പാടിക്കേ, ചേർന്ന് പാടിക്കേ. യേശുനാഥ യേശുവിന്റെ സാന്നിധ്യം നിറയുന്നു. യേശു ശക്തി നിറയുന്നു. ഹല്ലേലൂയ. യേശുനാഥ നീയും ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുവേ, ഓ യേശുവേ, ഞങ്ങൾ ചേർന്ന് ആരാധിക്കുന്നു. ഈ രാത്രിയിൽ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടെ നിങ്ങൾ ദൈവമാണ് ഞങ്ങൾ ഏറ്റു പറയുന്നു. അവിടുന്നാണ് ഞങ്ങളുടെ ഏക ആശ്രയം എന്ന് ഏറ്റു പറയുന്നു. കർത്താവേ, ഞങ്ങൾ ഓർക്കുകയാണ്, ചെങ്കടലിന്റെ മധ്യേ അവിടുന്ന് ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ചെങ്കടലിന്റെ അനുഭവങ്ങളിൽ അവിടെ ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, രാത്രിയിൽ അവിടുന്ന് അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മരുഭൂമിയിൽ മന്നയും കാടപക്ഷിയും വെള്ളവും നൽകിയതുപോലെ ഞങ്ങളുടെ മരുഭൂമി അനുഭവങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുമ്പോൾ അങ്ങ് വചനത്തിലൂടെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതുപോലെ, നിനമാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതുപോലെ ഞങ്ങളുടെ ഭക്ഷണത്തെയും പാനീയത്തെയും അവിടുന്ന് ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദേശങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങളെ അവിടുന്ന് മാറ്റണമേ. കർത്താവേ,
ഞങ്ങളുടെ നിന്ന് വന്ധ്യതയും ഗർഭഛിദ്രവും എടുത്തു നീക്കി ദീർഘായുസ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വീണ്ടും അവിടുത്തെ ആരാധിക്കുക. യേശുവേ, അങ്ങേ ഞങ്ങൾ വീണ്ടും ആരാധിക്കുക. കരമുയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ അനുഗ്രഹിക്കുന്നവനായ ദൈവത്തെ ശബ്ദമുയർത്തി ഹൃദയമുയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. നീ മാത്രം ഞങ്ങളുടെ ദൈവമെന്ന്, നീ മാത്രം ഞങ്ങളുടെ ആശ്രയമെന്ന്, നീ മാത്രം ഞങ്ങളുടെ ശൈലമെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. നീ ഞങ്ങളുടെ കൊതിയാണെന്ന് ഏറ്റു പറയുന്ന ദൈവമേ, ഏറ്റു പറയുന്ന ദൈവമേ, ഏറ്റു പറയുന്ന ദൈവമേ, ഏറ്റു പറയുന്ന ദൈവമേ. നീ എൻ ദൈവം യേശുനാഥാ, നീ എൻ ആശ്രയം. ഒരിക്കൽ കൂടി യേശുനാഥാ, നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ഹൃദയത്തിൽ നമുക്ക് ഏറ്റുപാടാം, ഹൃദയത്തിൽ ഏറ്റുപാടാം. യേശുനാഥാ, നീ എൻ ദൈവം യേശുനാഥാ, നീ എൻ ആശ്രയം. യേശുവേ, യേശുനാഥാ, നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും യേശുനാഥാ, യേശുവേ. നീ എൻ ദൈവം. ഓ ഗ്ലോറി, ഗ്ലോറി. യേശുനാഥാ, യേശുവേ, നീ എൻ ആശ്രയം. ചേർന്ന് പാടിക്കേ ഹൃദയത്തിന്റെ ആടുകൾ. യേശുനാഥാ, നീ എൻ യേശുനാമത്തിൽ വിടുതലുണ്ട്, എന്റെ യേശുനാമത്തിൽ സൗഖ്യമുണ്ട്, യേശുനാമത്തിൽ സൗഖ്യമുണ്ട്. ഗ്ലോറി. യേശുനാഥാ, നീ എൻ ദൈവം. യേശുവേ, യേശുവേ. യേശുനാഥാ, ചേർന്ന് പാടിക്കേ, ചേർന്ന് പാടിക്കേ. യേശുനാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് യേശുനാഥാ, നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ മാത്രമേ. ചേർന്ന് പാടിക്കേ. എന്റെ കോട്ടയും നീ മാത്രമേ. ഹല്ലേലൂയ. യേശുവേ, നീ മാത്രം ഞങ്ങളുടെ കോട്ട, നീയാണ് ഞങ്ങളുടെ ഏക ആശ്രയം, നീയാണ് ഞങ്ങളുടെ ദൈവം, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, നീ മാത്രം മഹോന്നതൻ, നീ സർവശക്തൻ. യേശുവേ, നീയാണ് ഞങ്ങളുടെ സൗഖ്യം, നീയാണ് ഞങ്ങളുടെ വിടുതൽ, നീയാണ് ഞങ്ങളുടെ പ്രതീക്ഷ, നീയാണ് ഞങ്ങളുടെ പ്രത്യാശ, നീയാണ് ഞങ്ങളുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ നന്ദി. ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം, പ്രിയപ്പെട്ടവരെ, ഏത് തകർച്ചയിലും ദൈവത്തെ ആരാധിക്കണമെങ്കിൽ, ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നമുക്കൊരു സഹായകന്റെ ആവശ്യമുണ്ട്. പൗലോസും സീലാസും തടവറയിൽ കിടന്നുകൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ചത് അവരുടെ ഉള്ളിൽ ജ്വലിച്ചിരുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ശിശു സമൂഹത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാണ്. അമ്മയോട് ചേർന്ന് അവർ പ്രാർത്ഥിച്ചു, അവർ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവരുടെ മേൽ ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയുടെ സമയത്ത് ഈ പരിശുദ്ധാത്മാവിന്റെ അനുഭവം എനിക്കും നിങ്ങൾക്ക് സ്വന്തമാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവത്തെ ആരാധിക്കുന്നവരുടെ മേൽ ദൈവം അനുഗ്രഹം ചൊരിയുമെന്ന വചനം നമുക്ക് ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ ഈ അനുഗ്രഹത്തിന്റെ മൂർത്തി ഭാവമാണ് എന്ത്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് ഏറ്റവും ഏറെ ആഗ്രഹിക്കാം. ഒരിക്കൽ കൂടി ഇരു കരങ്ങൾ നമുക്കൊന്ന് ഉയർത്താം. പ്രിയപ്പെട്ടവരെ, തകർച്ചകളിലും വേദനകളിലും നമ്മുടെ രോഗങ്ങളിലും ദൈവത്തെ ആരാധിക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് കടന്നു വരണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാം ഈ സമയത്ത്. പ്രിയ പരിശുദ്ധാത്മാവേ, സ്തുതിപ്പിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, വിടുതലിന്റെ ആത്മാവേ, സൗഖ്യത്തിന്റെ ആത്മാവേ, ഈ സമയം ഞങ്ങളുടെ മേൽ ഈ സ്തുതി ആരാധന നിമിഷത്തിൽ ഞങ്ങൾ ചേർന്ന് അങ്ങേ ആരാധിക്കുമ്പോൾ അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും സ്വതന്ത്രമായി സ്തുതിക്കട്ടെ, സ്വതന്ത്രമായി സ്തുതിക്കട്ടെ, എല്ലാ നാളുകളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചേർന്ന് ഈ ഗാനത്തിന്റെ ഇരടികളോട് ചേർന്ന് നമ്മൾ അവനെ ആരാധിക്കാം. കരങ്ങളടിച്ച് ശക്തിയോടെ ആത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരാം. അഭിഷേകത്താൽ നിറയട്ടെ. നിറച്ചിടുക അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അതേ അന്ധകാര ശക്തികളെ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ഞാൻ ആ കൃപയാൽ. ശക്തിയോടെ ഇരുവശങ്ങളിലേക്ക് ഒന്ന് കരങ്ങളടിച്ചേ. ഇരുവശങ്ങളിലേക്ക് സന്തോഷത്തോടെ ആരാധിക്കാം. യേശു ഈ രാത്രിയിൽ തന്റെ അരൂപിയാൽ നമ്മളെ നിറയ്ക്കാൻ പോവുകയാണ്. ആഗ്രഹത്തോടെ എല്ലാ അന്ധകാര ശക്തികളും എല്ലാ പൈശാചിക സ്വാധീനങ്ങളും നമ്മളിൽ നീങ്ങി പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ചേർന്ന് ആരാധിച്ചേ. നിറയും ഒരു യാത്രയിൽ ഞാൻ അതെ. നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ യേശുവേ, തുറന്നിടുക നല്ലീരുറവ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ദേശനിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നൽനീരുറവ ഞാൻ എഴുന്നേറ്റു കരങ്ങൾ ഉയർത്തിയടിച്ചേ. ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും. ജയിക്കും ഞാൻ ആ അതേ കൃപയാൽ. പ്രിയപ്പെട്ടവരെ, അന്ധകാര ശക്തികൾ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ. ജയിക്കും ഞാൻ ആ കൃപയാൽ. ഒന്ന് ശരീരം ഒന്ന് ചലിപ്പിച്ചുകൊണ്ടൊന്ന് പാടിക്കേ. ഇരുവശങ്ങളിലേക്കും കരങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി എല്ലാവരും ഒന്ന് ആരാധിച്ചേ. ചേർന്ന് യേശുവേ, കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലേ നിൻ ശക്തിയാലേ വൻകോട്ടകൾ തകർത്തിടുവാൻ. യേശുവേ, കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോടെ ആരാധിപ്പാൻ. യേശുവേ, ആത്മാവിനാലേ നിൻ ശക്തിയാലേ വൻകോട്ടകൾ കരങ്ങൾ ഉയർത്തി തകർത്തിടുവാൻ. ചേർന്ന് ആരാധിക്കാം. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. ചേർന്ന് പാടിക്കേ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അഭിഷേകം പകർന്നിടുക കരങ്ങൾ ഉയർത്തി പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും. ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. കരങ്ങൾ ഉയർത്തിക്കേ. കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അന്ധകാര ശക്തികളെ ജയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയാൻ ആഗ്രഹിച്ച് സ്വതന്ത്രമായി സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. എല്ലാ മേഖലകളിലേക്ക് ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അപരിമയമായ ശക്തി കടന്നു വരുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയുന്നു. യേശുവേ നന്ദി പറയുന്നു. നീയാണ് എൻ്റെ ദൈവമെന്ന്, നീയാണ് എൻ്റെ ഏകാശ്രയമെന്ന്, നീയാണ് നിങ്ങളുടെ ശൈലമെന്ന് നിങ്ങൾ ഏച്ചു പറയുന്നു. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കണ്ണുകളടച്ച് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് എളിമയോടെ നിൽക്കാം. ഇരുകരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് പ്രിയപ്പെട്ട യേശുവിന് നന്ദി പറയാം. ദൈവം വലിയ കാരുണ്യം ഈ രാത്രിയിൽ നമ്മളോട് കാണിക്കുകയും തൻ്റെ സ്തുതിയുടെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, വിടുതലിൻ്റെ ആത്മാവിനെ, സൗഖ്യത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചുകൊണ്ട് വലിയ ആന്തരിക ശാരീരിക സൗഖ്യം ഈ രാത്രിയിൽ ദൈവം നമുക്കായി ഒരുക്കുകയാണ്. ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവെ നന്ദി എന്ന ഹൃദയത്തിൽ പറയുക. നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിന്, നൽകിക്കൊണ്ടിരിക്കുന്ന ആനന്ദത്തിന്, നൽകിക്കൊണ്ടിരിക്കുന്ന വിടുതലിന്, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ കർത്താവ് ഒരുക്കി നീക്കിക്കൊണ്ടിരിക്കുന്നതിന്, പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് വർഷിച്ചതിന് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകൾ തുറക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശിക്ക് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി. സ്വന്തമായിരിക്കാം.